കേട്ടാ ഇപ്പോഴത്തെ ജനറേഷന് ആക്ച്വലി പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്കുള്ള ടാലൻസ് പുറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒരുപാടാണ്, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. അതുകൊണ്ട് ഒരുപാട് നല്ല ടാലൻസിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അതിനൊരു ദോഷവശവുമുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ ഒരു സമയത്ത് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. ആ ഒരു ട്രാൻസിഷനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ആക്ച്വലി അല്ല, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ കലാഭവനിൽ ഒക്കെ നടക്കുന്ന സമയത്തും അതിന് മുമ്പും ഒക്കെ ദൂരദർശനിൽ ഷോ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ പലരായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അന്നും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. ഏതൊരു കലാകാരനും അവനെ വളരാൻ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നല്ലപോലെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് സിനിമയിലെത്തി, ഞാനടക്കം. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും എനിക്ക് തോന്നിയത് ഇത്രയും മനോഹരമായിട്ടുള്ള എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ, ഞാൻ നേരത്തെ നസീറിനോട് പറയും, നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം ഈ സ്റ്റേജിൽ. ഒരു പ്രാവശ്യം അവിടെ കയറി നിൽക്കുമ്പോഴാണ് ആ കൊതി വരുന്നത്. കാരണം കുറേ നാളായി ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം അത്രയും സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിലും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ ജനറേഷൻ ഒരുപാട് സുഖമായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അവർ വളരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ വേഷം ഒന്ന് നമുക്ക് ക്യാമറയിൽ കാണാൻ, അത് നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. പിന്നെ ഒരു ക്ലോസപ്പ് കിട്ടിയിരുന്നെങ്കിൽ, ആ ക്ലോസപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തോന്നും ഒച്ചും കൂടി ഡയലോഗുള്ളൊരു സംഭവം കിട്ടിയിരുന്നെങ്കിൽ, ഒരു ക്യാരക്ടർ കിട്ടിയെന്നൊക്കെ ആഗ്രഹിക്കും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, സിനിമകളെ കുറിച്ച് എഴുതും പത്രത്തിൽ. അക്കൂട്ടത്തിൽ എന്റെ പേരും കൂടി വന്നിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത നോട്ടമാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് അതിങ്ങനെ ഗ്രാജുവലി പിന്നെ ഓരോന്ന് വന്ന് നമുക്ക് നമ്മൾ ആദ്യം ആഗ്രഹിച്ചു നിന്നൊക്കെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് സിനിമയിൽ നിന്ന് കിട്ടുന്ന ഫെസിലിറ്റിയുടെയാണ്. നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മളെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് ആദ്യം അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട എല്ലാ സംഭവങ്ങളും മാറും. പക്ഷെ ഞാൻ ഇപ്പോഴും സിനിമ കാണാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഞാൻ എല്ലാ ഭാഷകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നിട്ട് നടക്കാൻ പോകും, അതിന് യോഗ ചെയ്യും, അതിന് എക്സസൈസ് ചെയ്യും. എല്ലാം എൻ്റെ ഭക്ഷണം വേറെ രീതിയാണ്. എനിക്ക് വേണ്ടി തടി കൂട്ടാം, ഈസിയായിട്ട് തടി കൂട്ടാം. പക്ഷെ ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ചാളെ എങ്ങനെ ഒരു പോകും നോക്കാം.